ചത്താ പച്ച കണ്ടു. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പോസിറ്റീവും നെഗറ്റീവ്സും പറയാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന അർജുൻ അശോകനായാലും വിശാഖായാലും പിന്നെ റോഷനായാലും നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ പടം അല്ലെങ്കിൽ റെസ്ലിങ്ങിനോട് താല്പര്യമുള്ളവർക്ക് അത് നല്ലപോലെ ഇഷ്ടപ്പെടും. കാരണം അതിങ്ങനെ കത്തി 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 കയറി പോവുകയാണ് ആക്ഷൻസൊക്കെ. നല്ല പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. സൈഡ് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് ചെയ്തിട്ടുള്ളവരും എല്ലാം നല്ല പെർഫോമൻസാണ്. അപ്പോൾ ഒരു ആക്ഷൻ പടം മാത്രമല്ല, നമുക്കൊരു കോമഡി രീതിയിലും കോമഡിയും നല്ല വർക്കൗട്ടായിട്ടുള്ളതാണ്. പിന്നെ അതിൽ വന്ന നെഗറ്റീവ്സ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്ക്രിപ്റ്റ് വൈസ് കുറച്ചുകൂടെ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ചെയ്തു പല കാര്യങ്ങൾക്കും. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പാസ്റ്റ് കാണിക്കുന്നതിനെ പറ്റിയൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഇത് പറയുന്നില്ല. അടുത്തൊരു നെഗറ്റീവ്, മെയിനായിട്ടുള്ള നെഗറ്റീവ് എന്ന് പറയുന്നത് ക്യാമിയോ റോളിനെ പറ്റിയാണ്. കാരണം നമ്മൾ ആ ഒരു ക്യാമിയോ റോളിൽ നമുക്കൊരു പ്രതീക്ഷ കൊടുക്കുമല്ലോ, എന്തായിരിക്കും ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതിലായിരിക്കും സിനിമ കാണുന്നത്. അപ്പം നമുക്ക് ആ ഒരു ക്യാമിയോ റോളിൻ്റെ ഇൻട്രൊഡക്ഷനും ഒക്കെ നല്ല ഒരു ആവേശത്തോടെ വന്നതാണ്. പക്ഷെ അതിന് ശേഷം അങ്ങോട്ട് ഡയലോഗ് ഡെലിവറി ആയാലും പിന്നെ ബാക്കിയുള്ള അതായത് നമ്മൾ അങ്ങനെ ഒരു റോൾ യഥാർത്ഥത്തിൽ ആവശ്യമില്ലായിരുന്നിട്ട് കൂട്ടിച്ചേർത്ത പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് ആ ഒരു സ്ക്രിപ്റ്റ് വൈസിൽ ഉണ്ട്. കാരണം അതുപോലൊരു സ്റ്റാറിനെ കൊണ്ടുവരുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ നമ്മളതിൽ നിന്ന് പ്രതീക്ഷിക്കും. പക്ഷെ ഇതെല്ലാം അങ്ങോട്ടൊരു സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു സ്ക്രിപ്റ്റ് വൈസും ക്യാരക്ടേഴ്സ് വൈസിലും ഉള്ള പ്രോബ്ലംസ് ഇതൊക്കെയാണ്.